ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് എയർ ഫ്രയറിൽ ഒരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ 2 കപ്പ് മൈദപ്പൊടി, 1 സ്പൂണ് പഞ്ചസാര, കുറച്ച് ഉപ്പ്, അതേപോലെ ഒരിഗാനോ, 1.5 ടീസ്പൂണ് ഈസ്റ്റ്, ഇതെല്ലാം തന്നെ വേണ്ടി. ഇതൊക്കെ നല്ലോണം മിക്സാക്കി വെക്കുക. അതേപോലെ 1 കപ്പ് പാലാണ് എടുക്കുന്നത്. നമ്മൾ തൊട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടിലൊരു പാലാണ് വേണ്ടി. അങ്ങനെ അതും കൂടെ എടുത്ത് നമ്മൾ കുറേശ്ശെയായിട്ടാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് എടുത്തതിൽ നിന്ന് 2-3 സ്പൂണ് മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഇതേപോലെ മിക്സാക്കി കുഴച്ചെടുക്കുക. കണ്ട നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ കൈക്ക് ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ കൈക്ക് തടവിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി വെച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം നല്ലോണം മൂടി വെച്ചിട്ട് തന്നെ വെക്കണേ. ഇനി നെക്സ്റ്റ് എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ തോലില്ലേ, സ്കിന്ന് വേഗം ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 വിസിൽ അത്രേ വേണ്ടു കേട്ടോ ഈ തക്കാളി വേവാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയാണ് എടുക്കുന്നത് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെറുങ്ങനെ മുറിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ തക്കാളീൻ്റെ തോലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്തു. അതിലേക്ക് മുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സോയാ സോസ് ഇവയെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സോസ് ആക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ എടുത്തു ഒരു പാനിൽ. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ടു. അത് ചെറുങ്ങനെ ഒന്ന് ബ്രൗൺ കളറാകുമ്പം അതിലേക്ക് ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് ചെറുങ്ങനെ ആയിട്ടാകുമ്പം നമ്മൾ അതൊന്ന് ഇറക്കി വെക്കുക. അതിലേക്ക് ഇനി നമ്മൾ ഇതെന്ന് വിചാരിച്ചാൽ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. ഈ തക്കാളിയും അതേപോലെ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ടായിട്ട് അത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തു. അതിലേക്ക് കുറച്ച് ബട്ടറോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഈ പേസ്റ്റ് ആക്കി വെച്ച സംഭവം അതിലേക്ക് ഇട്ടു. അതിലേക്ക് നമ്മൾ കുറച്ച് ഒറിഗാനോ, അതേപോലെ ടൊമാറ്റോ സോസ്, ഉപ്പ്, കുറച്ച് പഞ്ചസാര ഇവയെല്ലാം ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ കേട്ടോ. അത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ. അങ്ങനെ നല്ലൊരു തിക്ക് സോസാക്കി എടുക്കാം. ഈ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും എല്ലാവരും പിസ്സ ആക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സോസാക്കിയിട്ട് നോക്കണേ. ഇനി അങ്ങനെ ഇത് നമ്മളെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം ഒന്ന് കുഴക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ ഇതേപോലെ എയർ ഫ്രയറിൽ ഇതേപോലെ സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഫോർക്കിനെ കൊണ്ട് കുറച്ച് കുത്തുകൾ കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സോസില്ലേ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിയിൽ തന്നെ ആ സോസിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ച ഒനിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇതെല്ലാം ചെറുങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ഒലീവ്സും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടാണ്. ചിക്കൻ ഇതെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക ഇതേപോലെ. പിന്നെ ഇനി അതിൻ്റെ മുകളിൽ ഇതേപോലെ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസാണ്. മറ്റേ ചീസും ഉണ്ടെങ്കിൽ മറ്റേ ചീസും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം ആവശ്യമായി നമ്മൾ ചീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മളെ പിസ്സേൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ എയർ ഫ്രയറിലും വെറുതെ മൂലക്ക് വെക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് പിസ്സേൻ്റെ ഓപ്ഷൻ തന്നെ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഒരു 13 മിനിറ്റ് 14 മിനിറ്റ് അങ്ങനെയായിട്ടേ വരുന്നത്. അങ്ങനെ ഇതെൻ്റെ സൂപ്പർ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയണേ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.